എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും ഇപ്പം ലേഡി ഗെറ്റപ്പിൽ അവിടെ മുഴുവൻ ക്ലീൻ ചെയ്യുകയാണ്. ഹീറോയുടെ ഫ്രണ്ടിനാണെങ്കിൽ ഭയങ്കര സങ്കടം. അവനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ഹീറോയോട് പറയും, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെയൊരു ഡ്രസ്സ് ഇട്ടിട്ടില്ല, മാത്രമല്ല ഇതുപോലുള്ള ജോലികളൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ല. ഈ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ നോക്ക്, അവരുടെ ട്യൂട്ടേഴ്സിനെ നോക്ക്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ട്രെയിനിങ് ഒക്കെ കൊടുത്തും അവരവരുടെ എബിലിറ്റി അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവനവൻ്റെ സങ്കടം ഹീറോയോട് പറയും. അതിന് ഹീറോ ആണെങ്കിൽ അവനെ കൊണ്ട് കഴിയും പോലെ അവൻ്റെ ഫ്രണ്ടിനെ സമാധാനിപ്പിക്കും. ഉടനെ നമ്മുടെ ചുന്ദരി ടീച്ചർ അവൾ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഇത്ര സമയമായിട്ടും നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഒരു സ്ട്രോബെറി ജ്യൂസ് കുടിക്കാൻ തോന്നുകയാണ്. സാധാരണ സ്ട്രോബെറി അല്ല, ജയന്റ് സ്ട്രോബെറി. അതൊരു പ്രത്യേക സ്ഥലത്തുണ്ട്, അത് നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ രണ്ടുപേരെയും എന്തൊരു ടീച്ചറാണെങ്കിൽ ഇപ്പൊ പ്രത്യേക ഒരു ഭാഗത്തേക്ക് പറഞ്ഞയക്കും. അങ്ങനെ വീണ്ടും നിരാശരായി നമ്മുടെ ആൾക്കാർ ആ സ്ട്രോബെറി അന്വേഷിച്ച് ടീച്ചർ പറഞ്ഞ സ്ഥലത്തേക്ക് വരും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ സ്ട്രോബെറി ഉള്ളത് വലിയൊരു ജയന്റിന്റെ ബോഡിയിലാണ്. നമ്മുടെ ആശാമാർ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ഇട്ട് വേണം അതിന്റെ ബോഡിയിൽ നിന്ന് ആ സ്ട്രോബെറി സ്വന്തമാക്കാൻ. ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ടിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ കൂടെ ഞാനുണ്ട്, നമുക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് ആ മോൺസ്റ്ററുമായിട്ട് ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം. ഒരുപാട് സമയത്തിന് ശേഷം അവർ കഷ്ടപ്പെട്ട് അതിനെ തകർത്ത് ആ സ്ട്രോബെറി കളക്ട് ചെയ്യും. അതിനുശേഷം അതുമായി ഹാപ്പി ആയിട്ട് അവരുടെ ചുന്ദര ടീച്ചറുടെ അടുത്തേക്ക് വരികയാണ്. ടീച്ചറാണെങ്കിൽ അവരെ കണ്ട് ഷോക്കാവും. ഓ, നിങ്ങൾ ഇപ്പോഴാണോ വരണേ? ഞാൻ ഒരുപാട് നേരം ഈ സ്ട്രോബെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. സോ വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞ് ഞാൻ കുറച്ച് മീറ്റ് ഒക്കെ കഴിച്ചു. സോ ഇപ്പൊ എനിക്ക് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ക്യാഷ്വലായിട്ട് കടന്നു പോകും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്കാണെങ്കിൽ ഇപ്പൊ ചത്താ മതിയെന്നാവും. അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇന്നത്തെ ക്ലാസ് അത് അവസാനിച്ചു, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. ഒരുപാട് വിഷമത്തില് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിലേക്ക് എത്തും. അസിസ്റ്റന്റ് ചേച്ചിക്കും ഗ്രാൻഡ്പയ്ക്കും അവന്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹീറോയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. നെക്സ്റ്റ് ഡേ വീണ്ടും ഹീറോയും അവന്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും ലേഡി ഗെറ്റപ്പില് ആ ചുന്ദരി ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന്റെ നെക്സ്റ്റ് ഡേ അവളുടെ കാലൊക്കെ മസാജ് ചെയ്തു, ബോഡി മുഴുവൻ സ്റ്റീം ബാത്ത് ചെയ്തുമൊക്കെ അവൾക്ക് ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവൾ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും അവർക്ക് കൊടുക്കില്ല. ഹീറോയുടെ ഫ്രണ്ടിന് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് വയ്യ, ഞാനിനി ഇതിന് കൂട്ടു നിൽക്കില്ല, മറ്റേതെങ്കിലും ഒരു ട്യൂട്ടറിനെ കണ്ട് ഞാൻ അവരുടെ അണ്ടറിൽ ട്രെയിനിങ്ങിന് പോവാണ്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരാം എന്ന് അവൻ ഹീറോയോട് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ അവന്റെ ഫ്രണ്ടിനെ ആശ്വസിപ്പിക്കും. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായിട്ട് തരാനായിരിക്കും നമ്മുടെ ട്യൂട്ടർ ആഗ്രഹിക്കുന്നത്. സോ ഇത് ചെറിയ ചെറിയ ജോലികളല്ലേ, നമുക്കിത് വേഗം തീർക്കാം, ഇത് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവിടുന്ന് കടന്നു പോകും. തൊട്ടു പിന്നാലെ ഇപ്പൊ ചുന്ദര ടീച്ചർ അവള് ഹീറോയോട് പറയും, ആക്ച്വലി ഇത്രയും നാളും എൻ്റെ കൂടെ ഒരു സ്റ്റുഡന്റ് പോലും പിടിച്ചു നിന്നിട്ടില്ല, നീ ഒരു മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്ന് പറഞ്ഞ് അവളും ഇപ്പൊ ഹീറോയെ കളിയാക്കി അവിടുന്ന് കടന്നു പോകും. ഹീറോയ്ക്കാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയായി തോന്നും. അവൻ ഒരുപാട് വിഷമത്തിൽ വീട്ടിലേക്ക് വരും. അവനെ കൊണ്ടാണെങ്കിൽ അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ അവൻ ആസിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കും. ആസും അവന്റെ ഫ്രണ്ടും അവരെല്ലാവരും ഇപ്പോഴും ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. സോ ഞാൻ മാത്രമാണ് ഇപ്പൊ റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലുള്ളത്, ബാക്കി എല്ലാവരും നിർത്താതെ ട്രെയിനിങ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും എനിക്കും ചെയ്യണം, നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് എൻ്റെ മാസ്റ്ററിനെ എനിക്ക് ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ തീരുമാനിച്ചുറപ്പിച്ച് ഇപ്പൊ നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകും. സ്കൂളിലാണെങ്കിൽ കാലിക്കോ ടീച്ചർ ഇപ്പൊ എല്ലാവരുടെയും ഈ ട്രെയിനിങ് അതെങ്ങനെ പോകുന്നു, നിങ്ങൾ ഓക്കെ ആണോ എന്നിങ്ങനെ എല്ലാ സ്റ്റുഡൻസിനോടും ചോദിക്കുകയാണ്. സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ എല്ലാവരുടെ എക്സ്പീരിയൻസ് ടീച്ചറിനോട് പറയും. അതിനുശേഷം സ്റ്റുഡൻസ് മാത്രമായിട്ട് റൗണ്ട് ചെയ്തിരുന്ന് അവരുടെ എക്സ്പീരിയൻസ് പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ഒരു നീരാളിത്തലയും പയ്യൻ അവൻ ഒരുപാട് വിഷമത്തിൽ പറയും, ഞങ്ങളുടെ ട്യൂട്ടർ ഭയങ്കര ബ്രൂട്ടലാണ്, അവൾ ഞങ്ങൾ രണ്ടുപേരെയും വെള്ളത്തിലൊക്കെ മുക്കിപ്പിടിച്ച് വീർപ്പ് മുട്ടിച്ചാണ് ഓരോ ട്രെയിനിങ്ങും തരണേ. അത് കേട്ട് വേറൊരു പയ്യൻ പറയും, നിങ്ങൾക്ക് അത്രയല്ലേ ഉള്ളൂ, പക്ഷേ എനിക്ക് അതിലും ക്രൂരമായിട്ടാണ് പല കാര്യങ്ങളും എൻ്റെ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കണേ. ആ പുതിയ ടീച്ചർ അവര് എന്നെ കൊണ്ട് രാവും പകലും ഇല്ലാതെ ഗെയിം കളിപ്പിക്കുകയാണ്. ഗെയിം കളിച്ച് കളിച്ച് അവസാനം നിവൃത്തിയില്ലാതെ ഞാൻ തളർന്ന് കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ആസും ജിമ്മനും അവിടേക്ക് വരിക. അവര് പറയും, ഞങ്ങളെ കൊണ്ട് ഈ ഒരു ട്രെയിനിങ് താങ്ങാൻ കഴിയുന്നില്ല, അടുത്ത കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വീട്ടിൽ പോലും പോവാതെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു തവണയെങ്കിലും ബാലൻ മാസ്റ്ററെ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ കഴിയൂ, അതാണ് മാസ്റ്റർ ഞങ്ങളോട് വെച്ച ഏക കണ്ടീഷൻ. ഉടനെ വേറൊരു പയ്യനാണെങ്കിൽ
ജാസ് എന്നു പേരുള്ള ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് കാണിച്ചു കൊടുക്കും. ഇവൻ എനിക്ക് 3 മെസ്സേജ് അയച്ചു. ആദ്യത്തെ 2 മെസ്സേജും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നോർമൽ മെസ്സേജാണ്. പക്ഷെ അവസാനത്തെ മെസ്സേജ് അതിലവൻ അയച്ചത് എന്നെ രക്ഷിക്കൂ, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് എന്നാണ്. സോ എത്രയും വേഗം നമുക്ക് അവനെ കണ്ടെത്തണം. സ്റ്റുഡൻസ് എല്ലാവരും ടെൻഷനാവും. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അവരെ കണ്ടെത്താം. പക്ഷെ അതിനു മുൻപ് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്കറിയണം എന്നവർ പരസ്പരം പറയും. അടുത്തതായിട്ട് വേറൊരു പെൺകുട്ടി, അവൾ പറയും, ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ട്യൂട്ടർ എല്ലാ ആനിമൽസിനെയും സമൻ ചെയ്യിപ്പിച്ച് അവിടേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം സമൻ ചെയ്ത് കൊണ്ടുവന്ന എല്ലാ ആനിമൽ ബീസ്റ്റുകളുടെ കൂടെയും ഓരോ ദിവസം ഞങ്ങളെ കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പേടിച്ചാണ് അവറ്റകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത്. അത് ശരിക്കും ഓർക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോഴും വലിയൊരു പേടി സ്വപ്നമാണ്. ഇവിടെ ആസിനാണെങ്കിൽ ഹീറോയുടെ അവന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയാനാണ് ഏറെ ആവേശം. ഇറുമ, നിന്റെ ട്രെയിനിങ് അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളുടെ എല്ലാവരിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക അല്ലേ? അതുകൊണ്ടല്ലേ നീ മാത്രം വമ്പം വെയിറ്റ് ഇട്ട് ഒന്നും തന്നെ പറയാതെ മാറി നിൽക്കുന്നത്? അതിന് ഹീറോ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. പക്ഷെ ആസാണെങ്കിൽ ഹീറോയെ നിർബന്ധിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഹീറോ പറയാൻ തുടങ്ങും. ഞാൻ എൻ്റെ മാസ്റ്ററിന് ചായ വെച്ച് കൊടുത്തു, ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അവളുടെ ക്ലോത്ത്സ് അത് വാഷ് ചെയ്ത് കൊടുത്തു, അവൾക്ക് മസാജ് ചെയ്ത് കൊടുത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുത്തു. ഹീറോ പറയുന്നത് കേട്ട് ചുറ്റുമുണ്ടായിരുന്ന സ്റ്റുഡൻസ് അവരെല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. ദിസ് ഈസ് അൺബിലീവബിൾ. ആ ട്യൂട്ടർ നിന്നെ ഒരു സെർവൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഒരു ട്രെയിനിങ്ങോ പ്രാക്ടീസോ ഒന്നുമല്ല. അങ്ങനെ അവർ ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് സമയത്ത് അവരുടെ ട്യൂട്ടേഴ്സ് അവർക്ക് മെസ്സേജ് അയക്കുക. സ്റ്റുഡൻസിനോട് എല്ലാവരോടും എത്രയും വേഗം അസംബിൾ ചെയ്യണം എന്നായിരിക്കും ആ മെസ്സേജിൽ ഉണ്ടാവുക. ഇവിടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരുപാട് ദേഷ്യം തോന്നും. കാരണം ട്രെയിനിങ്ങിന്റെ പേരിൽ അവരുടെ ട്യൂട്ടേഴ്സ് എല്ലാവരും അവരെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യാണ്. സോ നമ്മുടെ പവർ എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇതാണ് പറ്റിയ അവസരം. പക്ഷെ ഹീറോയ്ക്ക് മാത്രം അവൻ ഇനിയും നന്നായിട്ട് ട്രെയിനിങ് എടുക്കണം, അവന്റെ ബെസ്റ്റ് കാണിക്കണം എന്നൊക്കെ ആയിരിക്കും അവന്റെ മനസ്സിൽ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഗ്രാൻഡ് പേ ആണെങ്കിൽ നമ്മുടെ ചുന്ദരി ടീച്ചർ അടുത്തേക്ക് വരും. ചുന്ദരി ടീച്ചർ, താങ്ക് യു വെരി മച്ച്. നീയാണ് എൻ്റെ കൊച്ചുമോന് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനവൾ ഷോക്കായിട്ട് പറയും, അയ്യോ ഇല്ല, അവൻ്റെ ട്യൂട്ടർ അത് ഞാനാണ്. പക്ഷെ ഇതുവരെ ഞാൻ അവന് ട്രെയിനിങ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. കുറ്റബോധത്തിൽ ഇപ്പം നമ്മുടെ ചുന്ദര ടീച്ചർ അവളാണെങ്കിൽ സ്ട്രേറ്റ് ഹീറോയുടെ അടുത്തേക്ക് വരും. ഐ എം റിയലി സോറി, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു. നീ ആക്ച്വലി ഗ്രാൻഡ് പേയുടെ കൊച്ചുമോനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ കുഴപ്പമില്ല, നിന്നോട് ചെയ്ത തെറ്റിന് പകരമായിട്ട് നിനക്ക് ഞാൻ ഏറ്റവും വലിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് പഠിപ്പിച്ചു തരാം. അവളാണെങ്കിൽ അവളുടെ വില്ലില് ഇപ്പൊ 100 അമ്പുകൾ അതങ്ങനെ ഒലച്ച് കാണിച്ചു കൊടുക്കും. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്ക്. ചുന്ദരി ടീച്ചർ പറയും, ചീഫിനെ കൊണ്ടും പ്രസിഡന്റിനെ കൊണ്ടും മാത്രമാണ് ഈ ഒരു മാജിക് പവർ ഉപയോഗിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഇത്രയും വലിയൊരു ടെക്നിക്കാണ് ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിനക്കൊരു കാര്യം അറിയോ, ഇതിനോടകം ഒരുപാട് ഡീമൻസും സ്റ്റുഡൻസും ഒക്കെ ഇത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവർക്ക് ആർക്കും ഇത് പഠിക്കാനുള്ള ക്ഷമയോ അറിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് കാലം കാത്തുവച്ചത് നിനക്ക് വേണ്ടിയാണ് ഈ പവർ എന്നാണ്. ഈ ഒരു മാജിക്ക് അത് പഠിക്കാനായിട്ട് കുറച്ച് വെപ്പൻസ് ആവശ്യമാണ്. അവിടേക്കാണ് ആദ്യമായിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ആ വെപ്പൻസ് പർച്ചേസ് ചെയ്യാൻ ഹീറോയെ കൂട്ടിക്കൊണ്ടു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.